ഹായ് ഹലോ എല്ലാവർക്കും ഏജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് വേമ്പാടപ്പട്ടയുടെ സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു സോപ്പ് ചെയ്യണേന്നുള്ളതും എന്തൊക്കെ ഗുണങ്ങളാണ് ഈ ഒരു സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ളതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് വേമ്പാടപ്പട്ട, തവിട്ട് വേമ്പാട എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ദിനേശവല്ലി എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സോപ്പ് എങ്ങനെ ചെയ്യണേന്ന് നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മളൊരു വെയ്റ്റ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ്. നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് മേടിക്കാവുന്നതാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ കെമിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 90 ഗ്രാമിൻ്റെ 3 സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഏകദേശം ഒരു 270 ഗ്രാമിൻ്റെ അടുത്തോളം നമ്മൾ ഈ സോപ്പ് ബേസ് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും സോപ്പ് ബേസ് എടുക്കുമ്പോൾ കറക്റ്റ് ആ ഒരു ഗ്രാം എടുക്കാതെ ഒരു 2-3 ഗ്രാമൊക്കെ കൂടുതൽ എടുക്കുക. ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഏകദേശം ഒരു 274 ഗ്രാം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിൽ കറക്റ്റായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വെയിറ്റ് മെഷീൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ലോ. നമ്മൾ 274 ഗ്രാമിൻ്റെ അടുത്താണ് നമ്മുടെ സോപ്പിൻ്റെ ബേസ് ഇവിടെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മെഷർ ചെയ്തിരിക്കുന്ന സോപ്പ് ബേസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ബോയിലിംഗ് മെത്തഡ് പ്രകാരമാണ് നമ്മുടെ ഒരു സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ 1-2 കഷ്ണങ്ങളൊക്കെ വലിയ കഷ്ണം ഉണ്ടായിരുന്നു, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മുറിച്ച് കിട്ടുന്നതാണ് കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ കാണുമ്പോൾ ഒരു ഡൗട്ട് തോന്നരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം പറയുന്നുണ്ട്. നമ്മുടെ വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കണ്ട നമ്മുടെ ഒരു ബേസ് ഇറക്കി വെച്ചിരിക്കുന്നത്. ഇനി അത് അവിടെ ഇരുന്ന് മെൽറ്റ് ആവട്ടെ. ആ നേരം കൂടെ നമുക്ക് വേറെ 1-2 കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ താരം എന്ന് പറയുന്നത്. ഇതാണ് വേമ്പാടപ്പട്ടയുടെ ഓയിൽ. ഇത് നമുക്ക് മെയിനായിട്ടും എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിലുണ്ടാകുന്ന ഈ ചർമ്മരോഗങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം നല്ലതാണ് കേട്ടോ. നമുക്ക് ഈ ഒരു വേമ്പാടപ്പട്ട അല്ലെങ്കിൽ തവിട്ട് വേമ്പാടയൊക്കെ അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് വേമ്പാടപ്പട്ടയുടെ ഹെയർ ഓയിലാണ്. വേമ്പാടപ്പട്ടയും വേറെ ഒരു 5-6 കൂട്ടം അങ്ങാടി മരുന്നുകളൊക്കെ ചേർത്തിട്ടുള്ള ഓയിലാണ്. ഇത് തീർന്നു കേട്ടോ, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ വേമ്പാടപ്പട്ട എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു പോക്കറ്റ് സ്കെയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അലോവേരയുടെ ജെല്ലാണ്. നമുക്കിപ്പോൾ അലോവേരയുടെ ജെല്ലില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അലോവേരയുടെ ജെല്ല് ഏകദേശം 1 ഗ്രാമിൻ്റെ അടുത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ആണ്. അതൊരു 3-4-5 ഡ്രോപ്സിൻ്റെ അടുത്ത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വൈറ്റമിൻ ഇയുടെ കോൺസെൻട്രേറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, അതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ പൊട്ടിച്ച് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഇ ഒഴിച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ വെജ് ഗ്ലിസറിനാണ് ചേർക്കാനായിട്ട് പോകുന്നത്. ഗ്ലിസറിൻ ബേസാണ് എങ്കിൽ കൂടി കുറച്ച് ഗ്ലിസറിനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറേ കൂട്ടുകാർ ചോദിക്കാറുള്ളതാണ്, ചേച്ചി ഗ്ലിസറിൻ ബേസ് ആണല്ലോ, പിന്നെ എന്തിനാണ് ഗ്ലിസറിൻ ചേർക്കുന്നത്, നിർബന്ധമാണോ എന്നൊക്കെ ഉള്ളത്. ഓപ്ഷണലാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇത് ആൽമണ്ട് ഓയിലാണ്. നമുക്ക് ഈ ആൽമണ്ട് ഓയിലിന് പകരം വേണമെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ ചോയ്സാണ്. അപ്പോൾ ഏകദേശം 1 ml അടുത്തോളം ആൽമണ്ട് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് കേട്ടോ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള വേമ്പാടപ്പട്ടയുടെ ഓയിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഓയിൽ നമ്മൾ തന്നെ വീട്ടിൽ മേക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 8 ഗ്രാമിൻ്റെ അടുത്തോളം നമ്മൾ വേമ്പാടപ്പട്ടയുടെ ഓയിൽ ചേർക്കുന്നുണ്ട്. ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നല്ല ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഈ സ്കിന്നിലുണ്ടാകുന്ന ചർമ്മരോഗങ്ങളൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ മുടി വളരാനായിട്ട് നല്ലതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഓയിൽ നമുക്ക് തലയിലൊക്കെ തേച്ച് കുളിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ ടോട്ടൽ 13 ഗ്രാമാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വേമ്പാടപ്പട്ടയുടെ ഓയിലുണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്കൊക്കെ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ദേഹത്ത് തേച്ച് പിടിപ്പിക്കണമൊക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു ഓയിൽ കൂട്ടെല്ലാം ഇവിടെ മെഷർ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ അലോവേരയുടെ ജെല്ലൊന്ന് മിക്സായി കിട്ടാനായിട്ട് ചെറിയൊരു ഇതുണ്ട്, കട്ട കെട്ടിയിലായിരിക്കട്ടെ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു സോപ്പിൻ്റെ ബേസിലേക്ക് ഒഴിക്കുമ്പോൾ അത് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ മിക്സിങ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മിക്സിങ് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഒരു സോപ്പിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ എണ്ണമയം പോലെ പൊങ്ങി കിടക്കും കേട്ടോ. ഇനി അടുത്ത പരിപാടി നമ്മുടെ സോപ്പ് മോൾഡ് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് പിയേഴ്സിൻ്റെ മോൾഡാണ്, 90 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ. മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളൊരു മോൾഡാണ്.
അപ്പോൾ എന്തായാലും ദേ നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ ബേസ് നന്നായിട്ട് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 3-4 മിനിറ്റിൻ്റെ അടുത്ത് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളതായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ദേ നമ്മൾ ആ ഒരു ഓയിൽ കൂട്ടും കൂടെ ഒഴിച്ചിട്ട് വീണ്ടും അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടിട്ടിങ്ങനെ ഇളക്കരുത് കേട്ടോ. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ പത വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റൗവെല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഒരു മിക്സ് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നേരത്ത് നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസോ അതുപോലെ കളറുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ലാവിസോളിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സ്മെല്ലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. പലർക്കും പല രീതിയിലാണല്ലോ ഇഷ്ടപ്പെടുന്നത് സ്മെല്ലുകൾ. അപ്പോൾ എന്തായാലും ഞാൻ സ്മെല്ല് ചേർത്തിട്ടുണ്ട്. സ്മെല്ലും കൂടെ ചേർത്തിട്ട് വീണ്ടും ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അറിയത്തില്ല നമ്മൾ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ എന്ത് കളറിലാണ് കിട്ടാൻ പോണേന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു പിയേഴ്സിൻ്റെ മോഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കുന്നത്. പിന്നെ കുറച്ച് കൂട്ടുകാർ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് നമ്മൾ ഈ ഒരു സോപ്പിൻ്റെ മോഡിലോട്ട് എണ്ണയൊക്കെ തടകണമെന്നുള്ളത്. സിലിക്കൺ മോൾഡാണെങ്കിൽ എണ്ണയൊന്നും തടവേണ്ട ആവശ്യമില്ല കേട്ടോ. അല്ലാത്ത നമ്മൾ പ്ലാസ്റ്റിക് ഡപ്പകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ തടവിയിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു 3 ഷേപ്പിലേക്ക് നമ്മുടെ ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിൽ വരുന്ന പത, ഈ ഒരു പത കളയാനായിട്ട് എന്താ ചെയ്യണമെന്നുള്ളതും ചോദിച്ചിട്ടുണ്ട്. മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിൽ കൂടിയും നമുക്കതിന് മുകളിൽ വരുന്ന പത കളയാനായിട്ട് ഒന്നല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് മാറ്റാം. ഇല്ലയെന്നുണ്ടെങ്കിൽ റബ്ബിംഗ് ആൽക്കഹോൾ എന്നുള്ളൊരു സ്പ്രേ ഉണ്ട്. അത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അത് വെച്ച് സ്പ്രേ ചെയ്താലും മതിയാവും കേട്ടോ. ഇനി നമുക്കിത് ഏകദേശം ഒരു 2-3 മണിക്കൂറിൻ്റെ അടുത്ത് അത് സെറ്റ് ആവാനായിട്ട് വെക്കണമുണ്ട്. അപ്പോൾ സെറ്റ് ആയതിനു ശേഷം കാണിച്ചു തരാവേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ സോപ്പ് ഇവിടെ 3ഉം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് അൺമോൾഡ് ചെയ്ത് നോക്കാം എങ്ങനെയൊക്കെയാണ് കിട്ടിയേക്കണേന്നുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ആദ്യത്തെ സോപ്പ് അൺമോൾഡ് ചെയ്യുകയാണ് കേട്ടോ. നമ്മൾ ഒഴിച്ചപ്പോൾ ഒരു കളറ് നമുക്ക് സോപ്പ് കിട്ടിയപ്പോൾ വേറൊരു കളറാണ് കേട്ടോ. ഏകദേശം ഒരു മുന്തിരി കളർ എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു മുന്തിരി വൈൻ്റെ കളറൊക്കെ മാതിരിയാണ് കേട്ടോ ഏകദേശം ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സോപ്പ് 3ഉം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സോപ്പൊക്കെ ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി നോക്കുക. ഒരുപാട് കൂട്ടുകാർ മെസ്സേജുകളായിട്ടും കോളുകളൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. ചിലപ്പോൾ നമുക്ക് കോള് വിളിച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് മുകളിൽ തന്നിരിക്കുന്ന നമ്പർ വാട്സപ്പ് നമ്പറും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഒരു സോപ്പ്. നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഈ ഒരു കളറിലാണ് കാണാനായിട്ട് പറ്റുന്നത്. സോപ്പ് അല്ലാത്ത പ്ലേറ്റിൽ വെക്കുമ്പോൾ അല്ലാതെ നമ്മൾ കയ്യിലൊക്കെ പിടിക്കുമ്പോൾ ഒരു മുന്തിരി വൈൻ കളർ ഉണ്ടല്ലോ, ആ ഒരു കളർ മാതിരിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ നല്ല കട്ടിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെഷർമെൻറ്റ് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ കിട്ടത്തില്ല കേട്ടോ. പിന്നെ നമ്മളെല്ലാ സോപ്പിൻ്റെ വെയിറ്റും കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. 2 സോപ്പ് 90 ഗ്രാമിൻ്റെ മുകളിലായിരുന്നു. അതിലൊരു സോപ്പ് 90 ഗ്രാമിൽ താഴെയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ സോപ്പ് എപ്പോഴും അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്ലിംഗ് ഫിലിം ഉപയോഗിച്ച് കവർ ചെയ്ത് വെക്കുക. ക്ലിംഗ് ഫിലിം ഉപയോഗിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കവർ ചെയ്ത് വെക്കാറ് അതുപോലെ നല്ല എയർ ടൈറ്റൊക്കെ ആയിട്ട് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ 3 സോപ്പ് നമ്മൾ ക്ലിംഗ് ഫിലിം വെച്ചാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിതിൽ സ്റ്റിക്കറും കാര്യങ്ങളും റേറ്റും എല്ലാം എഴുതിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വേമ്പാട പട്ടയുടെ ഓയിൽ വെച്ചിട്ടുള്ള സോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്കാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്കും കൂടെ ചെയ്യണം. അതുപോലെ തന്നെ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാനും ഈ ഒരു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വാട്സപ്പ് നമ്പറാണ്. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താലും മതിയാകും കേട്ടോ. വാട്സപ്പിൽ എന്തായാലും റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.